വാർത്തകൾ. കരിപ്പൂർ വിമാനത്താവളത്തിലുണ്ടായ വെടിവെപ്പിൽ ഒരാൾ മരിച്ചു. സുരക്ഷാ ഉദ്യോഗസ്ഥന്റെ തോക്കിൽ നിന്നാണ് വെടി പൊട്ടിയതെന്ന് വാർത്തകളുണ്ട്. 10/6/2015 ഈ വാർത്ത പുറത്തുവന്നത്. ദില്ലിയിൽ ചെറിയ തോതിലുള്ള പൊടിക്കാറ്റ് അനുഭവപ്പെട്ടു. 13/6/2015 പുറത്തുവന്ന വാർത്തയാണിത്. മുംബൈയിൽ കനത്ത മഴയിൽ റെയിൽവേ ഗതാഗതം തടസ്സപ്പെട്ടു. 19/6/2015 ഈ വാർത്ത പുറത്തുവന്നത്. ഇടുക്കി ജില്ലയിൽ നെൽകൃഷി കുറഞ്ഞു വരുന്നു. 2015 നടത്തിയ കണക്കെടുപ്പിലൂടെയാണ് ഈ വിവരം പുറത്തുവന്നത്. ഈ വാർത്ത പുറത്തുവിട്ടത് ആകാശവാണി. കേരള സംസ്ഥാനത്തെ ചിലയിടങ്ങളിൽ തീക്കാറ്റ് അനുഭവപ്പെടുകയും മരങ്ങളുടെ ഇല കരിയുന്നതായും കണ്ടെത്തി. 23/6/2015 പുറത്തുവന്ന വാർത്തയാണിത്. കേരള സംസ്ഥാനത്ത് ഇടുക്കി ജില്ലയിൽ തേയിലക്കൊളുന്തിൻ്റെ വില ഇടിഞ്ഞു. 1 കിലോയ്ക്ക് 10 രൂപയിൽ താഴെയാണ് ഇപ്പോൾ കർഷകന് കിട്ടുന്ന വില. ഈ വാർത്ത പുറത്തുവിട്ടത് ആകാശവാണിയിലൂടെയാണ്. കേരള സംസ്ഥാനത്ത് കൊല്ലം ജില്ലയിൽ ഒരു ബേക്കറിയിൽ നിന്നും ക്രീം ബിസ്ക്കറ്റ് പാക്കറ്റിൽ ഒരു ചത്ത പല്ലിയെ കണ്ടെത്തി. ബിസ്ക്കറ്റ് കഴിച്ച കുട്ടിക്ക് ഛർദിലുണ്ടായതിനെ തുടർന്ന് ബിസ്ക്കറ്റ് പാക്കറ്റ് പരിശോധിച്ച മാതാപിതാക്കളാണ് ഇത് കണ്ടെത്തിയത്. മാതാപിതാക്കൾ പോലീസിൽ പരാതി നൽകിയിട്ടുണ്ട്. കേരള സംസ്ഥാനത്തെ പോലീസ് വാഹനങ്ങളിൽ ശബ്ദമലിനീകരണം ഉണ്ടാക്കുന്ന ഹോണുകൾ ഉപയോഗിക്കാൻ പാടില്ലെന്ന് DGP ഉത്തരവിട്ടു. ഇങ്ങനെ ഏതെങ്കിലും ഉദ്യോഗസ്ഥൻ ചെയ്താൽ വാഹനം ഉപയോഗിക്കുന്ന ഉദ്യോഗസ്ഥനും വാഹനം ഓടിക്കുന്ന ഡ്രൈവറും ഒരുപോലെ പിഴ കൊടുക്കണമെന്ന് DGPയുടെ ഉത്തരവിൽ പറയുന്നു. ഈ വാർത്ത പുറത്തുവിട്ടത് ആകാശവാണിയാണ്. കേരള സംസ്ഥാനത്ത് അപകട നിലയിൽ നിൽക്കുന്ന മരങ്ങൾ മുറിച്ചു മാറ്റാൻ മുഖ്യമന്ത്രി ഉത്തരവിട്ടു. എന്നാൽ ഏതെങ്കിലും തരത്തിൽ ഈ ഉത്തരവ് വ്യാപകമായി മരം നശിപ്പിക്കാനുള്ള അനുകൂലമായ ഉത്തരവായി കണക്കാക്കരുതെന്ന് മുഖ്യമന്ത്രി ഉത്തരവിൽ പറയുന്നു. അപകട നിലയിൽ നിൽക്കുന്ന മരങ്ങൾ മാത്രമേ മുറിച്ചു മാറ്റാവൂ എന്ന് ഈ ഉത്തരവിൽ പ്രത്യേകം എടുത്തു പറയുന്നു. ഈ വാർത്ത പുറത്തുവിട്ടത് ആകാശവാണിയാണ്. ഒരു അറിയിപ്പ്. ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിക്കുന്നവരുടെ ശ്രദ്ധയ്ക്ക്. ഏറ്റവും മാരകമായ ഒരു മയക്കുമരുന്നാണ് ബ്രൗൺ ഷുഗർ. ഈ മയക്കുമരുന്നിന് അടിമയായ ഒരാൾക്ക് സാധാരണ ജീവിതത്തിലേക്ക് തിരിച്ചുവരവ് ഏറെക്കുറെ അസാധ്യമായിരിക്കുമെന്നാണ് പഠനങ്ങൾ മുന്നറിയിപ്പ് തരുന്നത്. അതുപോലെ തന്നെ മാരകമായ മറ്റൊരു ലഹരി വസ്തുവാണ് കഞ്ചാവ്. ഇത് ഉപയോഗിക്കുന്നവരുടെയും അവസ്ഥ ഇതുതന്നെയാണ്. അതുകൊണ്ട് വരും തലമുറ ജാഗ്രത പാലിക്കുക.